ഇത്രയും നാൾ കഴിച്ച ബിരിയാണിയിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ബിരിയാണി മാത്രമേ പറയൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2-3 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും എടുക്കാം. പിന്നെ നമ്മൾ ഇതിവിടെ എടുത്തിട്ടുള്ളത് സീ ഫുഡ് കല്ലുമ്മക്കായി, ചെമ്മീൻ, കൂന്തൽ, അതുപോലെ ഞണ്ട്, ഇതൊക്കെയാണ് കേട്ടോ. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊക്കെ അതിൽ നല്ലപോലെ ഇറങ്ങി വരും. കൂടുതൽ ഡ്രൈ ആക്കാണ്ട് ആ ഒരു സ്റ്റോക്കോട് കൂടി നമുക്കൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലപോലെ വഴഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. എന്നിട്ട് വേണം ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും തക്കാളി ഇട്ടിട്ട് നല്ലപോലെ സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാല പൗഡറും മാത്രം മതി കേട്ടോ ഇതിലോട്ട്. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പം ഇതിലോട്ട് മല്ലിയിലയും അതുപോലെ പുതിനയിലയും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഈ ഒരു സ്റ്റോക്കോട് കൂടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സീ ഫുഡ്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു എന്താ പറയുക, ഞണ്ടും കൂന്തലും ചെമ്മീനും കല്ലുമ്മക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനിയാണ് ഇതിലോട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം ചേർക്കുന്നത്. അരക്കപ്പ് തൈരിലോട്ട് ഒരു 10-12 കാഷ്യൂ ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അതാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. പിന്നെന്താ, ഇനി നമുക്ക് ഇതുപോലെ ബിരിയാണി ദം ചെയ്തിട്ടെടുക്കാം. കുറച്ച് ആദ്യം ചോറിട്ട് കൊടുക്കുക, പിന്നെ മസാല ഇട്ട് കൊടുക്കുക, വീണ്ടും ചോറിട്ട് കൊടുക്കുക, വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ മല്ലിയിലയും പുതിനയിലയും അതുപോലെ ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്യൂ കിസ്മിസ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 15 മിനിറ്റ് കൂടി നമുക്കിങ്ങനെ ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിഡിനലായിട്ടുള്ള സീ ഫുഡ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. യൂട്യൂബിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.